പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ ബി.ജെ.പി. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। ജിഷ്ണു ചേരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു, ബംഗാളിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരണം തുടങ്ങിയിരിക്കുന്നു. ബംഗാളിനെ വികസനത്തിലേക്ക് കൈപിടിച്ചാനയിക്കാൻ പുതുചരിത്രം എഴുതി ചേർക്കുകയാണ് പശ്ചിമബംഗാളിന്റെ ചരിത്രത്തിൽ. ബി.ജെ.പി. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ. സ്വപ്ന, കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സുവേന്ദു അധികാരിയിലൂടെ ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൂടാതെ ബി.ജെ.പി. നേതാക്കളായിട്ടുള്ള ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ തുടങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾ, അശോക് കിർത്താനി തുടങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, പശ്ചിമബംഗാളിലെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ ഹിമന്ത ബിശ്വ ശർമ്മ, യോഗി ആദിത്യനാഥ്, രേഖ ഗുപ്ത തുടങ്ങി ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അത്തരത്തിലൊരു ശക്തി പ്രകടനത്തോടെയാണ് പ്രൗഢഗംഭീരമായ ചടങ്ങിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ബംഗാളിന്റെ മണ്ണിൽ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇന്നലെ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള നിയമസഭാ കക്ഷി യോഗത്തിലായിരുന്നു സുവേന്ദു അധികാരിയെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര നിരീക്ഷകൻ കൂടിയായിട്ടുള്ള അമിത്ഷാ ആ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം ലോക് ഭവനിലെത്തി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ സുവേന്ദു അധികാരി വ്യക്തമാക്കിയത് പശ്ചിമ ബംഗാളിൽ നിന്ന് അഴിമതിയും അക്രമവും തുടച്ചു നിൽക്കും, ബംഗാളിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കും എന്ന പ്രഖ്യാപനമായിരുന്നു സുവേന്ദു അധികാരി നടത്തിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷമാണ് ആ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ഗവർണർ ആർ.എൻ. രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായും, കൂടാതെ ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ തുടങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കൾ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റത്തിനാണ്, അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിനാണ് ഇന്ന് അവിടെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ തുടക്കമായിട്ടുള്ളത്. ബംഗാളിൽ ആദ്യമായി ബി.ജെ.പിയുടെ സർക്കാർ രൂപീകരിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകളുടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ബംഗാൾ ബി.ജെ.പി. പിടിച്ചെടുത്തത്. 2016 തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകളും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളും നേടിയിട്ടുള്ള ബി.ജെ.പി. ഇത്തവണ കൊൽക്കത്ത ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൾ തകർത്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ അത്രയധികം വലിയ വിജയം നേടിയിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ കാരണമായി ബി.ജെ.പി. നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിൽ ബംഗാളിലെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിട്ടിട്ടുള്ള കൊടിയ പീഡനങ്ങൾ, കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംഭവം, അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, സന്ദേശ് ഗാലിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇവയെല്ലാം തന്നെയും വലിയ രീതിയിൽ മമതാ ബാനർജിക്കെതിരെ ജനരോക്ഷം ആഞ്ഞടിച്ചു. ആ ജനവിധിയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത്. ബംഗാളിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കും എന്ന പ്രഖ്യാപനമാണ് ബി.ജെ.പി. നടത്തിയിട്ടുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാവുകയാണ്. ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്.